Hi students, ഡിസൈൻ ഓഫ് മെഷീൻ എലിമെൻറ്റ്സ് വണ്ണിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ലെക്ചറിലായിട്ട് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ ഫസ്റ്റ് ലെക്ചറിൽ നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ തിയറി പോർഷനും സെക്കൻഡ് ലെക്ചറിൽ ഒരു സാമ്പിൾ പ്രോബ്ലം ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ലെക്ചറിൽ നമ്മൾ 2-3 സാമ്പിൾ പ്രോബ്ലം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കഴിഞ്ഞ ചെയ്ത പ്രോബ്ലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോബ്ലമാണിത്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ക്വസ്റ്റിലേക്ക് പോകാം. എ ഗ്രൂഡ് ഷാഫ്റ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ ഈസ് ടു ട്രാൻസ്മിറ്റ് 5 kW at 120 rpm. Determine the diameter of the shaft taking ultimate strength in shear as 460 MPa and a factor of safety of 2.5. സോ നമുക്ക് ഫിഗർ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഇതൊരു ഗ്രൂഡ് ഷാഫ്റ്റ് അല്ലേ. അവർ ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട് ഗ്രൂഡ് ഷാഫ്റ്റ് ആണെന്ന് പറയുന്നത്. ഗ്രൂവ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ലേറ്റിലൊക്കെ ചെയ്തിട്ടില്ല, ഗ്രൂവിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഗ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂവ് ചെയ്ത അതിൻ്റെ റേഡിയസ് അവർ തന്നിട്ടുണ്ട്, 0.1d തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലം സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയാണ് ഡിസ്കണ്ടിന്യൂറ്റി വന്നിരിക്കുന്നത്. അപ്പം ഈ ഡിസ്കണ്ടിന്യൂറ്റിയുടെ നിയർ ബൈ റീജിയനിൽ നമുക്ക് എന്ത് ചെയ്യും, സ്ട്രെസ്സ് മാക്സിമം അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സാധാരണഗതിയിൽ അങ്ങനെ. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ, ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്യാപിറ്റൽ ഡി ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ ഡി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പവർ തന്നിട്ടുണ്ട്. സോ പവർ ഈസ് ഗിവൺ ആസ് 5 kW ആൻഡ് സ്പീഡ് n ഈസ് ഗിവൺ ആസ് 120 rpm. And the ultimate strength in shear, tau u, tau means shear, ultimate strength in shear, that means tau u is given as 460 MPa and the factor of safety usually taken as small n and which is given as 2.5. so these are the given data. അപ്പോൾ ഇവിടെ നമുക്ക് പവർ തന്നിരിക്കുകയായതുകൊണ്ട് നമുക്ക് ലോജിക്കലി നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുണ്ട്, തെർമൽ സൈഡിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി നോ ദ പവർ ട്രാൻസ്മിറ്റഡ് P ഈസ് ഈക്വൽ ടു 2π/ND/60 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ P ഈസ് ഈക്വൽ ടു 2π/NT/60 എന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ പവർ എന്ന് പറയുന്നത് നമുക്ക് എന്തിലായിരിക്കും കിട്ടുന്നത്, വാട്ട്സിലായിരിക്കും കിട്ടുന്നത്. ഇഫ് ദ ടോർക്ക് ഈസ് ഇൻ ന്യൂട്ടൺ മീറ്റർ ആൻഡ് ദ സ്പീഡ് n ഈസ് ഇൻ RPM. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഇക്വേഷനായിരുന്നു നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. നമുക്കിപ്പം ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. എയ്തർ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഡയറക്റ്റ്ലി, നമുക്കിത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം, or else you can use the equation in the data book. സോ പവർ ട്രാൻസ്മിഷനൊക്കെ ഷാഫ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മൊഡ്യൂൾ 5 പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡേറ്റാ ബുക്കിൻ്റെ ചാപ്റ്റർ 3 എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് ആണ്. പേജ് നമ്പർ 49 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് എല്ലാ ചാപ്റ്ററിലെയും പോലെ ഫ്രണ്ടിൽ കുറേ ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ എം എന്ന് പറയുന്നതൊക്കെ ന്യൂട്ടൺ mm ആണ്, ടോർക്ക് എന്ന് പറയുന്നത് ന്യൂട്ടൺ mmലാണ്. നമുക്ക് ഇതിനകത്ത് പവർ P എന്ന് പറയുന്നത് കിലോ വാട്ടിലാണ്. ഞാൻ ക്യാപിറ്റൽ N 120 rpm എന്ന് എഴുതിയത് ഡേറ്റാ ബുക്ക് ഈ ചാപ്റ്ററിൽ സ്മോൾ n ആയിട്ടാണ്, RPM-നെ സ്മോൾ n ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പണ്ട് തെർമലിലൊക്കെ പഠിച്ചിരിക്കുന്നത് സ്മോൾ n എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N/60 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ ഡേറ്റാ ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട് ഈ n-ന് പകരം എത്രയാണ് അവർ സ്മോൾ n തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പവറും സ്പീഡും അറിയാമെങ്കിൽ എങ്ങനെ ടോർക്ക് കണ്ടുപിടിക്കുന്നത് അതിനുള്ള ഇക്വേഷൻ ഡേറ്റാ ബുക്കിലുണ്ട്. അതാ നോക്കി, ഇക്വേഷൻ 3.3a പേജ് നമ്പർ 50. അതിൽ നമുക്ക് നോക്കി SI യൂണിറ്റ്സിലെ സിസ്റ്റം അനുസരിച്ചിട്ട് T ഈസ് ഈക്വൽ ടു 9.55 × 10⁶ P ഡിവൈഡഡ് ബൈ സ്മോൾ n. അവിടെ P എന്ന് പറയുന്നത് ഓൾറെഡി ഇൻഡെക്സിൽ പറയുന്നുണ്ട് എന്തിൽ തന്നെയാണ് കൊടുക്കേണ്ടത്, കിലോ വാട്ടിൽ. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ ആവശ്യമുണ്ടോ, ഇല്ല. ഇവിടെ 5 kW എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യമില്ല. അപ്പം ഈ ഇക്വേഷനകത്തോട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ആ വാല്യൂസ് മാത്രം, പിയുടെയും എന്നിൻ്റെയും വാല്യൂ മാത്രം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഐ എം ടേക്കിംഗ് ദാറ്റ് ഇക്വേഷൻ. സോ വി വിൽ റൈറ്റ് from data book equation 3.3a page number 50. torque T is equal to 9.55 × 10⁶ P divided by small n. so this is the equation for torque. so നമുക്കിവിടെ അറിയാം
നമുക്ക് പവർ തന്നിട്ടുണ്ട് 5 എന്ന് തന്നിട്ടുണ്ട്. സോ ടി വാല്യൂ വിൽ ബി ഈക്വൽ ടു 9.55 ഇൻറ്റു 10⁻6 ഇൻറ്റു പി വാല്യൂ ഈസ് 5 ഡിവൈഡഡ് ബൈ 120. സോ ടോർക്ക് വിൽ ബി, ആ ചാപ്റ്ററിൻ്റെ ഇൻഡെക്സ് ഞാൻ കാണിച്ചായിരുന്നു, ടോർക്ക് കിട്ടുന്നത് ന്യൂട്ടൺ MM-ലായിരിക്കും. ആ കൺവേർഷൻ എല്ലാം ചെയ്താണ് അവർ ഈ 9.55 ഇൻറ്റു 10⁻6 എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ നൊട്ടേഷനിൽ പറയുന്ന ഈ നൊട്ടേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. നമ്മൾ വേറെ യൂണിറ്റ് കൺവേർഷനെ പറ്റിയൊന്നും ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യം ഡിസൈനെ സംബന്ധിച്ചില്ല. കാര്യം എല്ലാം ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, ഇതെല്ലാ ഇക്വേഷനും നമ്മുടെ എന്തിലുണ്ട്, ഡേറ്റാ ബുക്കിൽ ഉണ്ട്. സോ ദാറ്റ് കംസ് അറൗണ്ട് 397.917 ഇൻറ്റു 10⁻3 ന്യൂട്ടൺ MM. സോ ദിസ് ഈസ് ദ ടോർക്ക്. സോ പവർ ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ടോർക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്തായിരിക്കും, മാക്സിമം ഷിയർ സ്ട്രെസ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ. ഷിയർ സ്ട്രെസ് അങ്ങ് മാക്സിമം, കാര്യം ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും ഷിയർ സ്ട്രെസ് ആണ്. സോ ആ ഷിയർ സ്ട്രെസ്സിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, നമ്മുടെ മാക്സിമം സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് വന്നു. ഏതാ ചാപ്റ്റർ? വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇക്വേഷൻ 2.1c പേജ് നമ്പർ 20ൽ ഇക്വേഷൻ ഉണ്ട്. ടോ മാക്സ് ഈക്വൽ ടു ടോ ഇൻറ്റു KS ഓർ KS ഇൻറ്റു T/ZP എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ എടുത്തെഴുതി. സോ വി ഹാവ് again from data book equation 2.1c page number 20 we have tau max is equal to KS into T divided by ZP. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ എന്തുണ്ട്, T വാല്യൂ ഉണ്ട്. ZP, KS, ടോ മാക്സ് ഇതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇപ്പോൾ ഇല്ല. പക്ഷേ ടോ മാക്സ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ, ഈ ഡിസ്കണ്ടിന്യൂറ്റിയിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സാണ്. ശരിയല്ലേ? ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഈ ഷാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് തന്നിട്ടുണ്ട്. അൾട്ടിമേറ്റ് തരണമെങ്കിൽ അത് എന്ത് മെറ്റീരിയൽ ആയിരിക്കും? നോർമലി അത് ബ്രിട്ടിൽ മെറ്റീരിയൽ ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഡെഫിനിഷൻ നമുക്കറിയാം. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് ദ മാക്സിമം സ്ട്രെസ് ഡിവൈഡഡ് ബൈ ദി വർക്കിംഗ് സ്ട്രെസ്. വർക്കിംഗ് ഓർ ഡിസൈൻ ഓർ നോമിനൽ സ്ട്രെസ് അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ്. സോ ഹിയർ വി ക്യാൻ റൈറ്റ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇപ്പോൾ ഷിയർ സ്ട്രെസ്സിൻ്റെ കാര്യമാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ എഴുതാം, അൾട്ടിമേറ്റ് തന്നിരിക്കുന്നുണ്ട് ടോ യു ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം, ടോ എന്ന് എഴുതാം. സോ ഇതാണ് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം വർക്കിംഗ് സ്ട്രെസ് എന്ന്. സോ ഫ്രം ഹിയർ ടോ ക്യാൻ ബി റിട്ടൺ ആസ് ടോ യു ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. സോ ദാറ്റ് വിൽ ബി 460 ഡിവൈഡഡ് ബൈ 2.5. സോ 460 by 2.5 comes around 184 megapascal. So 184 megapascal. So 184 megapascal കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഈ സിസ്റ്റത്തിൽ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ മെറ്റീരിയലിന് കറസ്പോണ്ടിങ് ആയിട്ട് സിസ്റ്റത്തിൽ മാക്സിമം അലോ ചെയ്തിരിക്കുന്ന വാല്യൂ, അതാണ് വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. സിസ്റ്റത്തിൽ ലോഡിങ് വരുമ്പോൾ സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ലിമിറ്റാണ്. അപ്പോൾ എത്ര? 184. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മുടെ മാക്സിമം സ്ട്രെസ്സാണ് അപ്പോൾ എന്ന് തന്നിരിക്കുന്നത് 184 തന്നിരിക്കുക. അപ്പം നമുക്ക് LHS വാല്യൂ അറിയാം. ഇനി നമുക്ക് KSM ZPയും കണ്ടുപിടിക്കണം. അപ്പോൾ KSM ZPയും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചാർട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ചാർട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർട്ട് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 41 പേജ് നമ്പർ 41 എടുക്കുക. പേജ് നമ്പർ 41 ഉണ്ട്. 41ൽ നമുക്ക് 2 ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഗറുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഗ്രൂഡ് ഷാഫ്റ്റിൻ്റെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഫിഗർ നമുക്ക് ആവശ്യമില്ല, കാര്യം ഇവിടെ മൊമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ ടോർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടോർക്കിൻ്റെ ഡയറക്ഷൻ അവർ അങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്, അങ്ങനെയല്ല. ടോർക്ക് ഇപ്പോൾ ഒരേ അത് ഡയറക്ഷൻ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എ ഗ്രൂഡ് ഷാഫ്റ്റ് സബ്ജക്റ്റ് ടു ടോർക്ക്, അത് മാത്രമേ ഉള്ളൂ ഓർക്കാൻ. ഇവിടെ ഓർക്കേണ്ട കാര്യം ZP എന്ന് പറയുന്നത് 5dq/16. അവിടെ നോക്കുക, D എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് മാർക്ക് ചെയ്തത്, ഗ്രൂവിൻ്റെ ബോട്ടം എൻഡ് ടു ബോട്ടം എൻഡാണ് എന്ന് പറയുന്നത്. D എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ഉണ്ട്, R ഉണ്ട്. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗ്രാഫിൽ R/D റേഷ്യോയും D/D റേഷ്യോയും കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് എന്തെടുക്കാൻ, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KS ചൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചാർട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമ്മൾ എഴുതി ഫ്രം ഫിഗർ 2.22
പേജ് നമ്പർ 41. സോ R/D റേഷ്യോ. അപ്പം നമ്മുടെ ചാർട്ടിലെ R എന്ന് പറഞ്ഞാൽ ഇതാ, ഈ ആറിന് വരും ഇവിടെ എത്ര നിൽക്കുന്നത് 0.1D എന്നാണ് നിൽക്കുന്നത്. ഇവിടെ R എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് 0.1. സോ R/D എന്ന് പറഞ്ഞപ്പോൾ എത്രയാണ്? ഇറ്റ് വിൽ ബി 0.1. ആൻഡ് ക്യാപിറ്റൽ D ബൈ സ്മോൾ d. ക്വസ്റ്റിന് ക്യാപിറ്റൽ D എന്ന് പറയുന്നത് എത്രയാണ്? 1.4D. സോ ക്യാപിറ്റൽ D ബൈ സ്മോൾ d എന്ന് പറഞ്ഞപ്പോൾ എത്ര ആയിരിക്കും? 1.4 ആയിരിക്കും. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിന്നും വാല്യൂ ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കി എൻ്റെ ഇതിൽ 0.1. അപ്പോൾ 0.1 നേരെ പിടിച്ച് നമുക്ക് ചാർട്ട് നോക്കി കഴിഞ്ഞാൽ 1.3 കഴിഞ്ഞാൽ പിന്നെ 2 ഉള്ളൂ, ശരിയല്ലേ? അപ്പോൾ അതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഞാൻ എന്ത് ചെയ്തു? ചൂസ് ചെയ്തു. ഏതാണ്ട് ഇവിടെ വന്നു. ഇതിനെ ഇങ്ങോട്ട് പിടിച്ചു. ഏതാണ്ട് 1.55 എന്ന് വരും. സോ KS വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി എത്ര വന്നു? therefore KS ഈസ് അപ്രോക്സിമേറ്റ്ലി 1.55 എന്ന് വന്നു. ദെൻ ഫിഗറിൽ അവർ ZP വാല്യൂ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? πdq/60 എന്ന് കൊടുത്തത്. അപ്പോൾ ഇവിടെയും സ്മോൾ d തന്നെയാണ് ആ ഗ്രൂപ്പിൻ്റെ എൻഡ് ടു എൻഡ് കൊടുത്തിരിക്കുന്നത്. സോ ZP വാല്യൂ വിൽ ബി ഈക്വൽ ടു πdq/60. അപ്പോൾ നോക്കി, എനിക്ക് ഈ ഇക്വേഷനുള്ള ഇപ്പോൾ KS വാല്യൂ ഉണ്ട്, ZP വാല്യൂ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? സോ ഞാൻ ആ വാല്യൂസ് ഇങ്ങോട്ട് എടുത്തെഴുതുകയാണ്. സോ ടോമാക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് ടോമാക്സിനെ ഈക്വൽ ടു KS ഇൻറ്റു T/ZP ആയിരുന്നു. സോ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് KS ഇൻറ്റു ZPനെ ഞാൻ πdq/60 എന്നുള്ള ഫോമിൽ എഴുതിയ 16T / πdq എന്നാണ് വരുന്നത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കറിയാം മാക്സിമം എത്ര കിട്ടിയ 184 ആയിട്ട്. സോ 184 ഇസ് ഈക്വൽ ടു KS നമുക്ക് കിട്ടിയ 1.55 ഇൻറ്റു 16 ഇൻറ്റു ടോർക്ക് 397.917 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ πdq. therefore സ്മോൾ d ഈക്വൽ ടു എന്ന് കണ്ടുപിടിക്കാം. സോ സ്മോൾ d എത്ര വരും നോക്കാം. സോ 1.55 ഇൻറ്റു 16 ഇൻറ്റു 397.917 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 184 ക്യൂബ് റൂട്ട് ഓഫ് ആൻസർ. ക്യൂബ് റൂട്ട് എടുക്കാൻ നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് കംസ് അറൗണ്ട് 25.75 mm എന്ന് വരും. therefore ക്യാപിറ്റൽ D ഈസ് ഫിഗറിൽ തന്നിട്ടുണ്ട് എത്ര? 1.4D എന്ന് തന്നിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 25.75 ഇൻറ്റു 1.4. സോ ദാറ്റ് കംസ് അറൗണ്ട് 36.05 mm. ദിസ് ഈസ് ദ diameter of the shaft for the given problem. So I hope the problem is very clear. സോ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഡേറ്റാ ബുക്ക് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ ഇപ്പം ആദ്യത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ഡയറക്റ്റ് എല്ലാം തന്നിരിക്കും. ഇതിന് കുറച്ച് വ്യത്യാസമാണ്. ആദ്യത്തെ പ്രോബ്ലത്തെ ലെക്ചർ 2 നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലെ ടോർക്കും മൊമെൻറ്റും തന്നു. നമുക്ക് നോമിനൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള വഴിയും ഡയറക്റ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നു. കാര്യം TMO ഡയറക്റ്റ് കണ്ടുപിടിച്ച് അങ്ങ് ചെയ്യുമായിരുന്നു. ഇവിടെ ഡയമീറ്റർ എണ്ണമാണ്, അത് കണ്ടുപിടിക്കായിരുന്നു. അതൊരു വെറൈറ്റി പ്രോബ്ലമാണ്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ വേറൊരു. ഇനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A flat plate is subjected to a tensile force of 5 kN is shown in figure below. The plate material is grey cast iron Fg200 and the factor of safety is 2.5. Determine the thickness of the plate. പ്ലേറ്റിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഫിഗർ തന്നിട്ടുണ്ട്. ഫ്ലാറ്റ് പ്ലേറ്റാണ് അവർ ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. അതിൽ ലോഡിങ് കണ്ടീഷൻ, അപ്പോൾ നമ്മൾ ഫിഗർ നോക്കുകയാണെങ്കിൽ അറിയാം ലോഡിങ് കണ്ടീഷൻ എത്രയാണ്? 5 kN തന്നിട്ടുണ്ട്. പ്ലേറ്റിൻ്റെ മെറ്റീരിയൽ ഗ്രേ കാസ്റ്റ് അയൺ Fg200. അപ്പോൾ എനിക്ക് എൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നതിൻ്റെ ഗ്രേഡ്, ഇങ്ങനെ ഒരു പ്രോബ്ലം ആദ്യമായിട്ടാണ് നമ്മൾ മെറ്റീരിയൽ. ഞാൻ പറഞ്ഞു നമുക്ക് ഡിസൈൻ എപ്പോഴും മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗ്രേ കാസ്റ്റ് അയൺ അതിൽ Fg200 എന്ന് പറയുന്ന ഗ്രേഡുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്ര ആയിട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ട്? 2.5 ആണ് എടുക്കണം. അപ്പോൾ ഗ്രേ കാസ്റ്റ് അയൺ ആകുമ്പോൾ പറയുന്നത് എന്ത് മെറ്റീരിയലാണ്? ബ്രിട്ടിൽ മെറ്റീരിയലാണ്, ശരിയല്ലേ? ബ്രിട്ടിൽ മെറ്റീരിയൽ ആകുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തിനായിരിക്കും? അൾട്ടിമേറ്റ് വാല്യൂ, അതായത് σu വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതറിയാമെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു സൈഡിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഗിവൺ ഡേറ്റ എന്ന് പറയുന്നത്. ഇനി ഫിഗറിലേക്ക് നോക്കിയാലുള്ള ഇമ്പോർട്ടൻസ്, ഇവിടെ നേരത്തെ ചെയ്ത പ്രോബ്ലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 ഡിസ്കണ്ടിന്യൂറ്റിയാണ് ഉള്ളത്, ശരിയല്ലേ? ഒന്ന്, ഈ ചെറിയ പ്ലേറ്റിനകത്ത് മാത്രം കൺസിഡർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു ഹോളുണ്ട്, അല്ലേ? നമ്മൾ ഒന്നിൽ കൂടുതൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരു ഡിസ്കണ്ടിന്യൂറ്റിയുടെ സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യും, മറ്റേതില്ലെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്, അസ്യൂം ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് 2 ഡിസ്കണ്ടിന്യൂറ്റി, ഒന്ന് 1
നിയർ ദി ഹോളും വരും, രണ്ടാമതെന്ന് പറയുന്നത് നിയർ ദി ഫില്ലറ്റും വരും. അപ്പോൾ രണ്ട് കേസ് വരും. അപ്പോൾ ഹോളിൻ്റെ സൈഡിലാണോ അതോ ഫില്ലറ്റിൻ്റെ സൈഡിലാണോ മാക്സിമം വാല്യൂ വരുന്നത് എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ. അപ്പം നമുക്ക് മാക്സിമം സ്ട്രെസ് നിയർ ദി ഹോളും കണ്ടുപിടിക്കണം, മാക്സിമം സ്ട്രെസ് നിയർ ദി ഫില്ലറ്റ്, ഇതാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത്, ഫില്ലറ്റിൻ്റെ ഇവിടെയും കണ്ടുപിടിക്കണം. അപ്പോൾ അതിലേക്കൊക്കെ പോകണമെങ്കിൽ ആദ്യം നമുക്ക് അറിയണം മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് അറിയണം. അപ്പോൾ മെറ്റീരിയൽ ഏതാണെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് അൾട്ടിമേറ്റ് സ്ട്രെങ്തും ചേർന്ന് പറഞ്ഞ് തരികയായിരുന്നു. പക്ഷേ ഇതിലങ്ങനെയല്ല, ഇതിൽ മെറ്റീരിയൽ മാത്രമേ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മെറ്റീരിയലൊക്കെ വന്നാൽ എങ്ങനെ ഡേറ്റാ ബുക്ക് യൂസ് ചെയ്യണം. അപ്പം ഡേറ്റാ ബുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡേറ്റാ ബുക്കിൻ്റെ ലാസ്റ്റ് പേജിൽ നമുക്ക് അപ്പൻഡിക്സ് 1 എന്ന് പറയുന്നത് അറൗണ്ട് പേജ് 453 നമുക്ക് അപ്പൻഡിക്സ് 1 എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് പലതരം ഡേറ്റാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ടുന്നത് എന്താണ്, ഗ്രേ കാസ്റ്റ് അയൺ. അപ്പോൾ ഗ്രേ കാസ്റ്റ് അയണിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ചാർട്ട്, ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ടേബിൾ I.3 ടിപ്പിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രേ കാസ്റ്റ് അയൺ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രേ കാസ്റ്റ് അയണിൻ്റെ പല ഗ്രേഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ പല വാല്യൂകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ടെൻസൈൽ സ്ട്രെങ്ത് തന്നെ, പ്രൂഫ് സ്ട്രെസ്, ടോട്ടൽ സ്ട്രെയിൻ, ഇലാസ്റ്റിക് സ്ട്രെയിനിന് പല വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് എന്താണ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ് വേണ്ടുന്നത്, അതായത് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് വേണ്ടത്, അല്ലേ. ബ്രിട്ടിൽ മെറ്റീരിയൽ ഒറ്റ സ്ട്രെങ്ത് വാല്യൂ ഉള്ളത്, അതെന്ന് പറയുന്നതാണ് ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പം ടെൻസൈൽ സ്ട്രെങ്ത് വാല്യൂ ഫസ്റ്റ് റോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി, FG 150 ആണെങ്കിൽ അതിന് എത്രയാണ് 150, 200 ആണ് എത്ര 200, 220 ആണെങ്കിൽ 220. അപ്പോൾ ഗ്രേ കാസ്റ്റ് അയണിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി നമ്മൾ അപ്പോൾ ആലോചിക്കണം. FG 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 200 റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, അതിൻ്റെ അൾട്ടിമേറ്റ് വാല്യൂ, ശരിയല്ലേ. FG 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് 200 തന്നെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ തന്നിരിക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ എഴുതി ഡേറ്റാ ബുക്കിലെ ഡേറ്റാസ് നമ്മളവിടെ ഫിക്സ് ചെയ്ത് എഴുതി. എങ്ങനെ എഴുതുന്നത്, അപ്പോൾ നമ്മൾ എഴുതി ഫ്രം ഏതാണ് ഫ്രം ടേബിൾ I.3 പേജ് 459 ആണ്, പേജ് 459. ഫോർ FG 200 ഗ്രേ കാസ്റ്റ് അയൺ we have sigma u is equal to 200 യൂണിറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ എന്താണ് മെഗാ പാസ്കൽ. സോ സിഗ്മ യു കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെ പോലെ ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസൈൻ സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് എത്രയാണ് കണ്ടുപിടിക്കാം, ഡിസൈൻ അല്ലെങ്കിൽ അലോവബിൾ സ്ട്രെസ് കണ്ടുപിടിക്കാം. എങ്ങനെ, ഇറ്റ് ഈസ് സിഗ്മ യു ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. കാര്യം ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ, ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ബൈ വർക്കിംഗ് സ്ട്രെസ്. ഇത് അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ therefore വർക്കിംഗ് സ്ട്രെസ് വിൽ ബി അൾട്ടിമേറ്റ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. സോ ദാറ്റ് വിൽ ബി 200 divided by 2.5. So that comes around 200 by 2.5 എത്രയായിരിക്കും വരുന്നത്, that comes around 80. So സിഗ്മ അലോവബിൾ വാല്യൂ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ മാക്സിമം ലെവൽ, അത് ഫില്ലറ്റിൻ്റെ ഏരിയയിലായാലും അല്ലെങ്കിൽ ഹോളിൻ്റെ ഏരിയയിലും മാക്സിമം എത്ര വരാൻ പാടുള്ളൂ, 80 വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ രണ്ടിൽ മാക്സിമം എവിടെയാണോ വരുന്നത് അതിനെ ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം, 80 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള മാക്സിമം സ്ട്രെസ് വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് രണ്ട് കേസായിട്ടാണ്, ഹോളിൻ്റെ റീജിയനിലും ചെയ്യണം, ഫില്ലറ്റിൻ്റെ റീജിയനിലും ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കേസ് 1 മാത്രം ഞാൻ കൺസിഡർ ചെയ്യാം. കേസ് 1 എന്ന് പറഞ്ഞാൽ ഹോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റീജിയൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഹോൾ ഇരിക്കുന്നത് ആ ചെറിയ സെക്ഷനിൽ, അപ്പോൾ ചെറിയ സെക്ഷൻ മാത്രം നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരച്ചു. സോ ചെറിയ സെക്ഷനിൽ ഒരു ഹോളുണ്ട്. ചെറിയ സെക്ഷൻ്റെ അകത്ത് അവർ ആക്ട് ചെയ്യുന്ന ലോഡ്, ഇവിടെ എവിടെയായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് അവർ പറയുന്നുണ്ട് 5 kN ആണെന്ന് പറയുന്നുണ്ട്. ഈ പ്ലേറ്റിൻ്റെ എന്താണ് സൈസ്, ആ സൈസ് വാല്യൂ ഈ സൈസ് വാല്യൂ അവർ പറയുന്നുണ്ട് എത്രയാണ്, ദാറ്റ് കംസ് അറൗണ്ട് 30 mm. ദെൻ ഹോളിൻ്റെ ഡയമീറ്റർ പറയുന്നുണ്ട് എത്രയാണ്, 15 mm. അപ്പോൾ നമ്മൾ പ്ലേറ്റ് വിത്ത് എ ഹോളായി, പ്ലേറ്റ് വിത്ത് എ ഹോൾ എന്നുള്ള കൺസെപ്റ്റായി. അപ്പോൾ പ്ലേറ്റ് വിത്ത് എ ഹോളാകുമ്പോൾ നമ്മൾ ഇത് തന്നെയായിരുന്നു തിയറി പറഞ്ഞപ്പോഴും യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർട്ടിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ചാർട്ട് പേജ് നമ്പർ 38 സംതിങ് 36 പേജ് നമ്പർ 36 എടുക്കുക. സോ പേജ് നമ്പർ 36 നോക്കി പ്ലേറ്റ് വിത്ത് എ ഹോൾ. അപ്പോൾ ഈ ഫിഗറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം, ആ പേജ് നമ്പർ സ്പെസിഫൈ ചെയ്യണം. സോ ഫ്രം പേജ് നമ്പർ 36 ആണ്. ഫിഗർ ഏതാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്, ഫിഗർ എന്ന് പറയുന്നത്
2.121. അപ്പോൾ ആ ഫിഗറുമായിട്ട് റെഫർ ചെയ്യുമ്പോൾ ഓരോ വാല്യൂസ് എഴുതുക. ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഫിഗർ നോക്കുവാണെങ്കിൽ ഫിഗറിൽ പറയുന്ന ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന പ്ലേറ്റിൻ്റെ വിഡ്ത്തും എ എന്ന് പറയുന്നത് ഹോളിൻ്റെ ഡയമീറ്ററാണ് അല്ലേ. അപ്പോൾ ഞാൻ നോക്കി എനിക്കിവിടെ എത്രയാണ് 30. അപ്പോൾ ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ബി വിൽ ബി 30 mm. സോ ബി വിൽ ബി 30 mm ആൻഡ് സ്മോൾ എ എന്ന് പറയുന്നത് 15 mm ആണ്. ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 5 kN ആണ്. ഞാൻ ന്യൂട്ടൺ ആക്കി 10⁻³ ന്യൂട്ടൺ. കാര്യം ന്യൂട്ടൺ per mm²ആണ് സ്ട്രെസ് കിട്ടേണ്ടത്. സോ അല്ലെങ്കിൽ ഇൻഡെക്സ് നോക്കിയാൽ എഫ് എന്ന് പറയുന്നത് എപ്പോഴും ന്യൂട്ടണിലാണ്. ഇവിടെ ഏരിയ ഏതെടുക്കണം എന്ന് അവർ പറയുന്നുണ്ട്. സോ നിയർ ദി figure it is written that area is b minus a into critical sectionൻ്റെ ഏരിയ b minus a into t എന്നും പറയുന്നുണ്ട്. b minus a into t. അപ്പോൾ നമുക്ക് നോക്കിയ ചാർട്ട് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് a/b. ഇവിടെ വേറെ കർവ്, ഒറ്റ കർവ് മാത്രമേ. അപ്പോൾ നമുക്ക് ചെയ്യാനും എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ a/b വാല്യൂ എത്ര വരും നോക്കുക. സോ a/b വാല്യൂ, സോ ഫൈൻഡ് ഔട്ട് ദി a/b വാല്യൂ. സോ a/b is equal to 15 divided by 30. So that will be 1/2. So that is equal to 0.5. Therefore KT equal to, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 0.5ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.5ൽ നിന്ന് 0.5 ഉണ്ട്, 0.5 മുകളിലേക്ക് പിടിക്കുക. സോ ദാറ്റ് 2.15നേക്കാളും മുകളിൽ എന്ന് പറഞ്ഞാൽ 2.18 എന്ന് എടുക്കുക അപ്രോക്സിമേറ്റ്ലി. സോ KT വാല്യൂ ഈസ് 2.18. സോ ശരിയല്ലേ? ഇനി നമുക്ക് നോക്കിയറിയാം ഇത് ആക്സിയൽ ഫോഴ്സാണ്. ആക്സിയൽ ഫോഴ്സ് ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതണ്ടേ? ആക്സിയൽ ഫോഴ്സ് ആണെങ്കിൽ ഇക്വേഷൻ 2.1a പേജ് നമ്പർ 20 നോക്കിയേ. 2.1a ഇതാ ഇതുപോലെ ടെൻഷൻ അല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം സിഗ്മ മാക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു KT അല്ലെങ്കിൽ KT ഇൻറ്റു F/A. സോ ഫ്രം അടുത്ത ഇക്വേഷൻ എഴുതി. ഇക്വേഷൻ 2.1a പേജ് നമ്പർ 20 സിഗ്മ മാക്സ് ഈക്വൽ ടു എന്ത് വരും? KT ഇൻറ്റു F divided by A. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സോ KT വാല്യൂ ഈസ് 2.18, F വാല്യൂ 5 ഇൻറ്റു 10⁻³ divided by area B is 30. സോ 30 മൈനസ് A 15 ഇൻറ്റു തിക്നെസ് അറിയില്ല, തിക്നെസ് അൺനോൺ ആണ്. സോ ഇൻറ്റു T. ഈ വാല്യൂ എത്ര വരുന്നുണ്ടെന്ന് നോക്കുക. സിഗ്മ മാക്സ്. സോ സിഗ്മ മാക്സ് കംസ് അറൗണ്ട് 2.18 into 5 into 10⁻³ divided by 15. So that comes around 726.67. So 726.67 divided by T. That much Newton per mm². Equation 1. അപ്പോൾ ഹോളിൻ്റെ റീജിയനിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് എത്രയാണെന്ന് കിട്ടി? 726.67 divided by T ആണ്. അപ്പോൾ കേസ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ ഉള്ളത്? കേസ് 2 ഉള്ളത്. കേസ് 2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫില്ലറ്റ്. അപ്പോൾ ഞാൻ ഫില്ലറ്റിൻ്റെ റീജിയൻ മാത്രം ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പം ഫില്ലറ്റ് ആ ഒരു സെക്കൻഡ് കേസ് നമ്മൾ ഇതേ ഫിഗർ വെച്ചുകൊണ്ട് സെക്കൻഡ് കേസ് ഇൻ്റർപോളേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ ആ ഫിഗർ ഇങ്ങോട്ട് വരച്ചു. ഇവിടെ ഇതിൻ്റെ ഫില്ലറ്റ് റേഡിയസ് അവർ 5R എന്നാണ് തന്നിരിക്കുന്നത്. ക്യാപിറ്റൽ R നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ചില എന്താണ് ഡ്രോയിങ്സിലെല്ലാം ഇങ്ങനെയാണ്. നമ്മൾ മെഷീൻ ഡ്രോയിങ് പഠിച്ചിട്ടുള്ളപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും S3 കേരള പഠിക്കുമ്പം ഡ്രോയിങ്സിൽ നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ഫില്ലറ്റ് റേഡിയസ്. സോ ദാറ്റ് മീൻസ് സ്മോൾ r വാല്യൂ എത്രയാണ്? അപ്പം 5 mm ആണ് അവർ തന്നിട്ടുണ്ട്. ദെൻ ഇത് നേരത്തെ പോലെ എത്രയാണ്? 30 ആണ്. ഇതെത്രയാണെന്ന് പറയുന്നുണ്ട്? 45 ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര എന്ന് പറയുന്നുണ്ട്? 5 kN ആണെന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഫില്ലറ്റ് റീജിയൻ അല്ലേ? ഫില്ലറ്റ് മാത്രം. അപ്പോൾ ഫില്ലറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യത്തില്ല? ഹോള് കൺസിഡർ ചെയ്യത്തില്ല. അപ്പം ഇതൊരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ നമുക്ക് എന്ത് ചെയ്യണം? ചാർട്ടിൽ കണ്ടെടുത്തണം. അതാണ് നമ്മുടെ അടുത്ത എയിം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡേറ്റാ ബുക്കിൽ വീണ്ടും നമ്മുടെ ചാർട്ട് ഇത് ആക്സിയൽ ഫോഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചാർട്ട് പേജ് നമ്പർ 38. അപ്പം പേജ് നമ്പർ 38 ഫിഗർ 2.16 നോക്കുക. അപ്പം 2.16 ഫിഗർ നോക്കി. സോ ഇതാണ് ഫിഗർ. അപ്പോൾ ക്യാപിറ്റൽ ബി സ്മാൾ ബി, അത് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന 40, ഇവിടുത്തെ കേസിൽ നമുക്ക് 45ഉം സ്മാൾ ബി എന്ന് പറയുന്നപ്പോൾ എത്രയാണ്? 30 ആണ്. അപ്പം ഞാൻ എഴുതി ക്യാപിറ്റൽ ബി വിൽ ബി ഈക്വൽ ടു 45 mm, സ്മാൾ ബി ഈക്വൽ ടു 30 mm. ഇങ്ങനെയൊക്കെ എഴുതിയ ഒന്നുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് തെറ്റത്തില്ല.
ദെൻ എഫ് വാല്യൂ അവർ തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് 5 കിലോ ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ആക്കി 5 × 10⁻³ ന്യൂട്ടൺ ആക്കി. അവർ പറയുന്നുണ്ട് ഏരിയ എത്ര എന്ന് തന്നെ എടുക്കാൻ, ബി ഇൻറ്റു ടി എന്ന് എടുക്കാം, സ്മോൾ ബി ഇൻറ്റു ടി. സോ എ വാല്യൂ ഈസ് ഈക്വൽ ടു സ്മോൾ ബി ഈസ് 30. സോ 30 ഇൻറ്റു ടി ആണ്, അത്രയും mm² ആണ് അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. ഇനി വേണ്ട ചാർട്ടിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടത്, കെ ടി വാല്യൂ നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും. സിഗ്മ ആക്സിയൽ ഫോഴ്സ് അല്ലേ, ഇക്വേഷൻ 2.1a പേജ് 20ൽ നിന്നും നമുക്ക് ഇതാ സിഗ്മ മാക്സ് ഈക്വൽ ടു എന്താണ്, കെ ടി ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ എ. സോ കെ ടി വാല്യൂ ആണ്. അപ്പോൾ ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ ടി വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ നോക്കി. R/B റേഷ്യോയും B/B റേഷ്യോയും അല്ലേ, അത് വെച്ചുകൊണ്ടാണ് ഈ കർവിൽ നിന്ന് നമുക്ക് എന്തെടുക്കേണ്ടി വരുന്നത്, സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എടുക്കേണ്ടത്. സോ R/B എന്ന് പറയുമ്പോൾ എത്ര വരും, R എന്ന് പറയുന്നത് സ്മോൾ r എന്ന് പറയുന്നത് 5 ആണെന്ന് പറഞ്ഞു. സോ ദാറ്റ് കംസ് അറൗണ്ട് 5 ഡിവൈഡഡ് ബൈ 30. So that comes around 0.17. Then B/B 45 divided by 30. So that comes around 1.5. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ ടി വാല്യൂ ആ ചാർട്ടിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ ആ ചാർട്ടിലേക്ക് നോക്കി 0.17 ആണ്. അപ്പോൾ 15നേക്കാളും 1617 0.17 കറസ്പോണ്ടിങ് ആയിട്ട് 1.5ൻ്റെ കർവ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.17 1617 നിന്ന് 1.5ലേക്ക് പിടിച്ചു. അത് അവിടെ വന്നു, ഇവിടെ ഇങ്ങോട്ട് എത്തുന്നു. സോ കെ ടി വാല്യൂ കംസ് അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി 1.8. സോ അപ്പോൾ നമുക്ക് കെ ടി വാല്യൂയും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് സിഗ്മ മാക്സ് എങ്ങനെ വരും, സിഗ്മ മാക്സ് വിൽ ബി ഈക്വൽ ടു 1.8 ഇൻറ്റു 5 × 10⁻³ ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു ടി എന്ന് വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വരും, സോ 1.8 ഇൻറ്റു 5 × 10⁻³ ഡിവൈഡഡ് ബൈ 30. സോ ദാറ്റ് കംസ് അറൗണ്ട് 300 ഡിവൈഡഡ് ബൈ ടി. അത്രയും Nm/mm² എന്ന് വരും, ഇക്വേഷൻ 2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1ഉം 2ഉം നോക്കുകയാണെങ്കിൽ നോക്കി, ഇത് ഡിനോമിനേറ്റർ രണ്ടും ടിയാണ്. അപ്പം ഏതാണ് ലാർജർ, ന്യൂമറേറ്റർ വലുതില്ല. സോ ദിസ് ഈസ് എ ലാർജർ വാല്യൂ. സോ therefore എഴുതി ടേക്കിംഗ് ലാർജർ വാല്യൂ ഫ്രം 1 and 2. സോ സിഗ്മ മാക്സ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്, 726.67 ഡിവൈഡഡ് ബൈ ടി. എന്തുകൊണ്ടാണ് മാക്സിമം വാല്യൂ എടുത്ത കാര്യം, സ്ട്രെസ്സ് കൂടിയിരിക്കുന്നിടമാണ് പൊട്ടാൻ സാധ്യത. അപ്പോൾ ഇവിടെ പൊട്ടാൻ സാധ്യതയുള്ളത് ഏതിൻ്റെ റീജിയനാണ്, ഹോളിൻ്റെ റീജിയനാണ് പൊട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ വാല്യൂ എത്രതിന് എക്സീഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ ആദ്യം കണ്ടുപിടിച്ച 80നെ എക്സീഡ് ചെയ്യാൻ പാടില്ല. സോ ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു എത്രയാണ്, 80 ആയിരിക്കണം. therefore അപ്പോൾ തിക്നെസ് എത്ര വരും, 726.67 ഡിവൈഡഡ് ബൈ 80 എന്ന് വരും. സോ ദാറ്റ് കംസ് അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി 9.08 mm എന്ന് വരും. അപ്പോൾ പ്ലേറ്റിൻ്റെ തിക്നെസ്സും കിട്ടി. സോ ഇതാണ് ഒരു പ്രോബ്ലം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിസ്കണ്ടിന്യൂറ്റി വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരു സാമ്പിൾ പ്രോബ്ലം കൂടി ഉണ്ട്. ആ സാമ്പിൾ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഹോളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഇവിടെ നേരത്തെ ചെറിയ സെക്ഷനിലായിരുന്നെങ്കിൽ ഇവിടെ ലാർജ് സെക്ഷനിലായിരിക്കും ഉള്ളത്. ഇനി 1-2 പ്രോബ്ലം കൂടിയുണ്ട്. അപ്പം ഈ അടുത്ത ലെക്ചറിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. നിങ്ങൾ ഈ പ്രോബ്ലം എല്ലാവരും ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ലെക്ചറിൽ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ലെക്ചറായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എസ്പെഷ്യലി സപ്ലി എക്സാംസ് വരുന്നുണ്ട്, റെഗുലർ സ്റ്റുഡൻസിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും അവരുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാൻ പറയാം. താങ്ക് യു ഓൾ.